ഹലോ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിമിറ്റ്സ് ഇൻവോൾവിങ് ദ പോയിൻ്റ് അറ്റ് ഇൻഫിനിറ്റി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് കണ്ടിരുന്നു. കോംപ്ലക്സ് പ്ലെയിൻ ടുഗെദർ വിത്ത് ദ പോയിൻ്റ് അറ്റ് ഇൻഫിനിറ്റി ഈസ് നോൺ ആസ് എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ ആൻഡ് വി ഹാവ് കൺസ്ട്രക്റ്റഡ് എ ബൈജെക്ഷൻ ബിറ്റ്വീൻ ദ എക്സ്റ്റെൻഡഡ് കോംപ്ലക്സ് പ്ലെയിൻ ആൻഡ് ദ പോയിൻറ്റ്സ് ഓൺ എ സ്ഫിയർ. പിന്നെ നമ്മൾ ലിമിറ്റ്സ് ഇൻവോൾവിങ് ദ പോയിൻ്റ് അറ്റ് ഇൻഫിനിറ്റി ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് രണ്ട് രീതിയിലാണ് നമ്മൾ ഈ ലിമിറ്റ്സ് ഇൻവോൾവിങ് പോയിൻ്റ് അറ്റ് ഇൻഫിനിറ്റി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് z ഗോസ് ടു എ ഫൈനൈറ്റ് കോംപ്ലക്സ് നമ്പർ z0. ദെൻ ദ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ f of z ഗോസ് ടു ഇൻഫിനിറ്റി. ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒന്നാമത്തെ കേസ്. പിന്നീട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് f of z ഗോസ് ടു എ ഫൈനൈറ്റ് നമ്പർ w0 ആസ് z ഗോസ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെയുള്ള രണ്ട് കേസുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം. ഇഫ് z0 ഈസ് എ കോംപ്ലക്സ് നമ്പർ ദെൻ വി സേ ദാറ്റ് ലിമിറ്റ് z ടെൻഡ്സ് ടു z0 f of z is equal to infinity if for epsilon greater than 0 there exists delta greater than 0 such that whenever 0 less than absolute value of z minus z0 less than delta, then modulus of f of z is greater than 1 by epsilon. എന്ന് വെച്ചാൽ as z becomes more and more closer to z0, f of z is going to infinity. f of z ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയാൻ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്ലെയിനിലുള്ള ഒരു പോയിൻ്റ് അല്ല. അപ്പോൾ എന്താണ് എഫ് ഓഫ് സെഡ് ഗോസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റ് ഫോർ എ ഫിക്സഡ് സെഡ്, എഫ് ഓഫ് സെഡ് എന്ന് പറയുന്ന പോയിൻ്റ് ഒറിജിനുമായിട്ടുണ്ടാക്കുന്ന ഡിസ്റ്റൻസ്, അതാണ് നമുക്ക് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത്. ആസ് z moves more and more closer to z0, f of z is going away from the origin. ഒറിജിനിൽ നിന്ന് എഫ് ഓഫ് സെഡിലേക്കുള്ള അകലം കൂടി 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 വരികയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് മോഡുലസ് ഓഫ് എഫ് ഓഫ് സെഡ് ഇസ് ബിക്കമിങ് ലാർജർ ആൻഡ് ലാർജർ. അതാണ് നമ്മളിവിടെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. സപ്പോസ് എപ്സിലൺ ഈസ് എ പോസിറ്റീവ് നമ്പർ. എപ്സിലൺ നമുക്ക് എത്ര വേണമെങ്കിലും ചെറുതായിട്ട് എടുക്കാൻ പറ്റും. എപ്സിലൺ നമ്മൾ എത്രത്തോളം ചെറുതായിട്ട് എടുക്കുന്നോ അത്രത്തോളം വലുതായിരിക്കും 1 by എപ്സിലൺ എന്ന് പറയുന്നത്. എപ്സിലൺ 0ൻ്റെ അടുത്തേക്ക് വരും തോറും 1 by എപ്സിലൺ വിൽ ബിക്കം ലാർജർ ആൻഡ് ലാർജർ. സോ കറസ്പോണ്ടിങ് ടു എനി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് whenever distance between z and z0 is negligible, distance between z and z0 is less than delta, then modulus of f of z is very large. Modulus of f of z is greater than 1 by epsilon. So ഇതാണ് limit z tends to z0 f of z equal to infinity എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ. Now ഈ ലിമിറ്റ് ഇൻവോൾവിങ് ഇൻഫിനിറ്റി നമ്മൾ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പരിചയമുള്ള ഫോർമാറ്റിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ പോവുകയാണ്. അതായത് ദർ ഈസ് നോ ഇൻഫിനിറ്റി മീൻസ് സെഡ് എവിടേക്ക് ടെൻഡ് ചെയ്യുന്നു, അതൊരു ഫൈനൈറ്റ് നമ്പറിലേക്ക്. നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷൻ ടെൻഡ് ചെയ്യുന്നതും ഒരു ഫൈനൈറ്റ് നമ്പറിലേക്ക്. ആ രീതിയിലേക്ക് നമ്മൾ ഈ ഡെഫിനിഷനെ ഒന്ന് മാറ്റിയെടുക്കാൻ പോവുകയാണ്. സോ സീ ദിസ് റിസൾട്ട്. ഇഫ് z0 ഈസ് എ കോംപ്ലക്സ് നമ്പർ ദെൻ limit z tends to z0 f of z is equal to infinity if and only if limit z tends to z0 1 by f of z is equal to 0. അതായത് z z0ലേക്ക് പോകും തോറും f of z ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിന് ഈക്വാലൻ്റ് ആണ് f of zൻ്റെ റെസിപ്രോക്കൽ 1 by f of z goes to 0 എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഈ പുതിയ എക്സ്പ്രഷനിൽ z z0ലേക്ക് പോകുന്നു. z0 ഈസ് എ ഫിക്സഡ് കോംപ്ലക്സ് നമ്പർ. 1 by f of zൻ്റെ ലിമിറ്റായിട്ട് വരുന്നത് 0 സോ ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി ഒന്നുമില്ല. ഇൻഫിനിറ്റി ഇല്ലാത്ത ലിമിറ്റ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്.
സോ നമുക്ക് ഈ രണ്ട് ഡെഫിനിഷൻസും അല്ലെങ്കിൽ ഈ രണ്ട് കൺസെപ്റ്റ്സും ഈക്വാലൻ്റ് ആണ് എന്നൊന്ന് പ്രൂവ് ചെയ്യാം. അത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുകയാണ് ലിമിറ്റ് z ടെൻസ് ടു z0 1/f(z) is equal to 0. ദെൻ ഈ 1/f(z) എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. സപ്പോസ് ഇറ്റ് ഇസ് ലെറ്റ്സ് കോൾ ഇറ്റ് g(z). സോ ഇവിടെ നമ്മളോട് പറയുന്നത് z ടെൻസ് ടു z0 g(z) is equal to 0. So by definition of limit, for epsilon greater than 0, there exists a delta greater than 0 such that whenever 0 less than mod z minus z0 less than delta, absolute value of g of z minus 0 means 1/f of z minus 0 is less than epsilon. Now, ഇവിടെ നമ്മുടെ കയ്യിലുള്ളത് ഇതാണ് 1/f of z, modulus of 1/f of z is less than epsilon. So from here we get 1 divided by mod f of z is less than epsilon. If we take reciprocal on both sides, we will get modulus of f of z is greater than 1/epsilon. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ബാക്കി ഒന്നും വ്യത്യാസമില്ല. For every epsilon, there exists a delta such that whenever z is in the delta neighborhood of z0, modulus of f of z is greater than 1/epsilon. And ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇത് ലിമിറ്റ് z ടെൻസ് ടു z0 f of z is equal to infinity എന്നുള്ളതിൻ്റെ ഡെഫിനിഷനാണ്. So there is a typing error here. Limit z tends to z0 f of z is equal to infinity. So these two definitions or these two concepts are equivalent. അടുത്തതായിട്ട് നമ്മൾ z ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഫംഗ്ഷൻ ഒരു ഫൈനൈറ്റ് ലിമിറ്റ് ഉണ്ടാവുന്ന കേസാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ let w0 be a complex number. We say that limit z tends to infinity f of z is equal to w0 if for each epsilon greater than 0 there exists some delta greater than 0 such that whenever mod z is greater than 1/delta, modulus of f of z minus w0 is less than epsilon. ഇവിടെ നമ്മൾ പറയുന്നത് as z goes to infinity, f of z goes to w0. f of z goes to w0 means the distance between f of z and w0 can be made arbitrarily small. So we can make absolute value of f of z minus w0 less than epsilon for any epsilon greater than 0 whenever z is away from the origin, sufficiently away from the origin. So means modulus of z is sufficiently large. Whenever modulus of z is sufficiently large, we can make this absolute value of f of z minus w0 arbitrarily small. So ഇവിടെ നമ്മൾ പറയുകയാണ് for epsilon greater than 0 there exists some small delta greater than 0 such that when delta is small 1/delta is very large. So whenever modulus of z is greater than this 1/delta, modulus of f of z minus w0 will be less than epsilon. ഇവിടെയും നമ്മൾ ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് z ഈക്വൽ ടു w0 എന്നുള്ള ആ ലിമിറ്റിനെ ലിമിറ്റ് ഇൻവോൾവ് ചെയ്യാത്ത രീതിയിലൊന്ന് മാറ്റി എഴുതാൻ പോവാണ്. സോ സീ ദിസ് റിസൾട്ട്. ലെറ്റ് w0 be a complex number, then limit z tends to infinity f of z is equal to w0 if and only if limit z tends to 0 f of 1/z is equal to w0. So z ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതും അതിൻ്റെ റെസിപ്രോക്കൽ
സീറോയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതും ഈക്വൽ ആണ്. സോ വി റീപ്ലേസ് സെഡ് ബൈ 1/z. ദെൻ നമുക്ക് z ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിന് പകരം z സീറോയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ മതി. ബിക്കോസ് ആസ് z ഗോസ് ടു 0, 1/z വിൽ ഗോ ടു ഇൻഫിനിറ്റി. സോ നമുക്ക് ഇവർ രണ്ടുപേരും ഈക്വാലൻ്റ് ആണ് എന്നൊന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി വി ആർ അസ്യൂമിങ് ദാറ്റ് ലിമിറ്റ് z ടെൻസ് ടു 0 f of 1/z is equal to w0. ദെൻ ഇവിടെ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇൻഫിനിറ്റി ഒന്നും ഇൻവോൾവ് ആയിട്ടില്ല. ആസ് യൂഷ്വൽ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ പ്രകാരം നമുക്ക് പറയാം, ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that whenever 0 less than mod z minus z0, so mod z minus 0 less than delta, modulus of f of 1/z minus w0 is less than epsilon. So ഇവിടെ നമുക്ക് mod z ലെസ് ദാൻ ഡെൽറ്റ എന്നാണ്, വെനെവർ മോഡ് സെഡ് ലെസ് ദാൻ ഡെൽറ്റ എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് നമ്മൾ രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 1/mod z is greater than 1/delta. So we can write for epsilon greater than 0 there exists delta greater than 0 such that whenever modulus of 1/z is greater than 1/delta, mod f of 1/z minus w0 is less than epsilon. സോ ഈ സ്റ്റെപ്പിൽ ആകെ ചേഞ്ച് ഉള്ളത് ഈ ഒരു പോർഷനിൽ മാത്രമാണ്, വേറൊരു ചേഞ്ചും ഇവിടെ ഇല്ല. നൗ z എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. നമ്മളൊരു ചേഞ്ച് ഓഫ് വേരിയബിൾ കൊടുക്കുകയാണ്. വി വിൽ റീപ്ലേസ് 1/z ബൈ z. എവിടെയൊക്കെ 1/z ഉണ്ടോ അതിനൊക്കെ പകരം നമ്മൾ z എന്ന് എഴുതുകയാണ്. ദെൻ വി ഗെറ്റ് ഫോർ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 there exists delta greater than 0 such that whenever mod z is greater than 1/delta, modulus of f of 1/1/z means f of z minus w0 is less than epsilon. So we have for epsilon greater than 0 there exists delta greater than 0 such that whenever mod z is greater than 1/delta, modulus of f of z minus w0 is less than epsilon, which is the definition for limit z tends to infinity f of z equal to w0. Okay, so these two concepts are equivalent. Now we will move on to another result. ഇതുവരെ നമ്മൾ കണ്ടത് ഒന്നുകിൽ z ഒരു ഫൈനൈറ്റ് നമ്പറിലേക്ക് പോകുമ്പോൾ f of z ഒരു ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ z ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എഫ് ഓഫ് സെഡ് ഒരു ഫൈനൈറ്റ് നമ്പറിലേക്ക് പോകുന്നു. ഇനി ഇത് രണ്ടും ഇൻഫിനിറ്റി ആയാൽ എന്താണ് സംഭവിക്കുക? z ആസ് z ഗോസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് ഇസ് ഓൾസോ ഗോയിങ് ടു ഇൻഫിനിറ്റി. ഇങ്ങനെ വരുന്ന കേസ് ഇതാണ് നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലിമിറ്റ് z ടെൻസ് ടു 0 1/f of 1/z is equal to 0. സോ നമ്മുടെ പുതിയ ലിമിറ്റിൽ ഇൻഫിനിറ്റി ഒന്നും ഇൻവോൾവ് ആയിട്ടില്ല. നമുക്ക് നോക്കാം ഈ രണ്ട് കാര്യവും ഈക്വാലൻ്റ് ആണ് എന്നുള്ളത്. ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് z ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി implies and implied by for epsilon greater than 0 there exists delta greater than 0 such that whenever mod z is sufficiently large, mod f of z is also very large. So whenever mod z is greater than 1/delta, modulus of f of z is also greater than 1/epsilon. Okay, now this implies and implied by for each epsilon greater than 0 there exists delta greater than 0 such that whenever mod z greater than 1/delta implies and implied by 1/mod z is less than delta, taking reciprocal on both sides. Similarly, if we take reciprocal here, we will get 1/mod f of z is less than epsilon. So we have for epsilon greater than 0
there exists delta greater than 0 such that whenever 1 by mod z is less than delta, 1 by mod f of z is less than epsilon. And this implies and implied by, we can write modulus of 1 by z as modulus of 1 by z minus 0. Similarly, modulus of 1 by f of z can be written as modulus of 1 by f of z minus 0. No other changes here. ഇത് മാത്രമാണ് ഇവിടെ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് replace z by 1 by z or replace 1 by z by z. So, we will get for each epsilon greater than 0, there exists delta greater than 0 such that whenever mod z minus 0 is less than delta, modulus of 1 by f of 1 by z, 1 by f of 1 by z minus 0 is less than epsilon. Okay, that means limit z tends to 0, 1 by f of 1 by z is equal to 0. നമുക്കിനി ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് കാണാം. So the first example, show that limit z tends to minus 1, iz plus 3 divided by z plus 1 is equal to infinity. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇൻഫിനിറ്റി ഇൻവോൾവ് ആയിട്ടുള്ളൂ. z goes to a finite number minus 1 and f of z goes to infinity. ഇവിടെ നമ്മുടെ ഫംഗ്ഷൻ f of z എന്ന് പറയുന്നത് this is iz plus 3 divided by z plus 1. ഇതാണ് f of z. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 3 കേസിലെ ആദ്യത്തെ കേസാണ് ഇവിടെ വരുന്നത്. z goes to finite number and the function goes to infinity. So we know that limit z tends to z naught f of z is equal to infinity if and only if limit z tends to z naught 1 by f of z is equal to 0. So f of z is iz plus 3 divided by z plus 1. So this implies 1 by f of z is z plus 1 divided by iz plus 3. So we have to prove that limit z goes to minus 1, z plus 1 by iz plus 3 is equal to 0. So അതിന് ഈക്വലൻ്റ് ആയിട്ട് നമുക്ക് പറയാം ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ലിമിറ്റ് ഇൻഫിനിറ്റി ആണ്. So limit z tends to z naught 1 by f of z is here. Limit z tends to minus 1, z plus 1 by iz plus 3. ഇവിടെ z plus 1 എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. iz plus 3 is another polynomial. So actually our function is a rational function. ഒരു റാഷണൽ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ലിമിറ്റ് z ടെൻസ് ടു z നോട്ട്. റാഷണൽ ഫംഗ്ഷനെ ഞാൻ r of z എന്ന് എഴുതുകയാണെങ്കിൽ this is nothing but r of z naught provided the denominator will not vanish at z naught. അതായത് ഇതിപ്പോൾ p of z by q of z ഫോമിലാണെങ്കിൽ q of z naught not equal to 0 ആണെങ്കിൽ we have this. So നമുക്ക് ഡയറക്റ്റ് z-ന് പകരം -1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഈ ഒരു റിസൾട്ട് അറിയുന്നത് കൊണ്ട്. സോ -1 plus 1 divided by -i plus 3 which is nothing but 0. So by this result we can say that limit of the given function is equal to infinity as z goes to -1. Now the next example, show that limit z goes to infinity 2z plus I by z plus 1 is equal to 2. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫംഗ്ഷൻ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഫൈനൈറ്റ് നമ്പറിനെയാണ്. പക്ഷേ z goes to infinity. സോ ഇന്ന് ഡിസ്കസ് ചെയ്ത രണ്ടാമത്തെ കേസാണ് ഇവിടെ വരുന്നത്. സോ വി നോ ദാറ്റ് ലിമിറ്റ് z ടെൻസ് ടു ഇൻഫിനിറ്റി f of z is equal to w naught if and only if limit z tends to 0 f of 1 by z is equal to w naught. ഇവിടെ നമുക്ക് f of z എന്ന് പറയുന്ന ഫംഗ്ഷൻ f of z is 2z plus I by z plus 1. Then f of 1 by z is 2 by z plus I divided by
1 by z plus 1. Just replace z by 1 by z. This is same as 2 plus iz divided by z whole divided by 1 plus z divided by z. So you can cancel the z. So what remains is 2 plus iz divided by 1 plus z. So limit z tends to 0, f of 1 by z എന്താണ് എന്ന് നമുക്ക് evaluate ചെയ്യാം. Limit z tends to 0, f of 1 by z is limit z tends to 0, 2 by z plus I by 1 by z plus 1, which is limit z tends to 0, 2 plus iz by 1 plus z. ഇതും ഒരു rational function ആണ്, and the denominator will not vanish at z equal to 0. So we can just replace z by 0. 2 plus I0 by 1 plus 0, which is same as 2 by 1, 2. So since limit z tends to 0, f of 1 by z is 2, we can say that limit z tends to infinity, f of z is also equal to 2. So we have limit z tends to infinity, 2z plus I divided by z plus 1 is equal to 2. Now let's see one more example. Show that limit z tends to infinity, 2z cube minus 1 divided by z square plus 1 is equal to infinity. ഇവിടെ z goes to infinity and f of z is also going to infinity. Means we are നമ്മൾ ഇന്ന് കൺസിഡർ ചെയ്തതിലെ മൂന്നാമത്തെ കേസാണ് ഇവിടെ വരുന്നത്. So limit z tends to infinity, f of z is equal to infinity if and only if limit z tends to 0, 1 by f of 1 by z is equal to 0. ഇവിടെ f of z is 2z cube minus 1 divided by z square plus 1. So 1 by f of z is z square plus 1 by 2z cube minus 1. ഇനി ഇതിൽ നമ്മൾ z-ന് പകരം 1 by z എന്ന് റീപ്ലേസ് ചെയ്താൽ 1 by f of 1 by z is 1 by z square plus 1 by 2 by z cube minus 1, which is same as 1 plus z square divided by z square whole divided by 2 minus z cube divided by z cube. We can cancel z square from here and here. So what remains is z times 1 plus z square divided by 2 minus z cube. So let's evaluate what is limit z tends to 0, 1 by f of 1 by z. So limit z tends to 0, 1 by f of 1 by z is limit z tends to 0. We have done this here. Z times 1 plus z square by 2 minus z cube. When we substitute z is equal to 0, we will get 0 here. ഇതും ഒരു റാഷണൽ ഫംഗ്ഷൻ ആണ്. സോ ഡയറക്റ്റ് നമുക്ക് z ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ബിക്കോസ് ദ ഡിനോമിനേറ്റർ ഡസ് നോട്ട് വാനിഷ് അറ്റ് z ഈക്വൽ ടു 0. സോ വി ഹാവ് ലിമിറ്റ് z ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 2z ക്യൂബ് മൈനസ് 1 by z സ്ക്വയർ പ്ലസ് 1 is equal to infinity.